ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര അലൈൻ നഗരത്തിൻ്റെ വിശേഷങ്ങൾ തേടിയാണ്. ഈ നഗരത്തിൻ്റെ പച്ചപ്പ് കാരണം പൂന്തോട്ട നഗരമെന്നും അറിയപ്പെടുന്നു. തലസ്ഥാന നഗരിയായ അബുദാബിയിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ കിഴക്കായും ദുബൈയിൽ നിന്ന് 120 കിലോമീറ്റർ തെക്കുമാറിയുമാണ് അലൈൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അലൈൻ ഒയാസിസിലാണ്. ഇത് 2011 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. ഒയാസിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫലജ് എന്ന പ്രാചീന ജലസ്രോതസ്സാണ്. പ്രാചീന അറബ് നാടിന്റെ ജീവിതാന്തസ്സായ ഫലജ് സിസ്റ്റം 3000 വർഷത്തിലധികം പഴക്കമുള്ളതും കാലത്തിനു മുകളിൽ നിലനിന്ന ഒരു സമുദായ സാങ്കേതിക വിദ്യയുമാണ്. ഈ കാണുന്നത് ഒയാസിസിന് അകത്തുള്ള കാര്യങ്ങളുടെ ഒരു മിനിയേച്ചർ വേർഷനാണ്. മിനിയേച്ചർ ഒയാസിസ്. സന്ദർശകർക്ക് വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങളും ഫുഡ് കോർട്ടും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ ഈവനിംഗ് 5 മണി വരെയാണ് വിസിറ്റിംഗ് അവേഴ്സ്. അതോടൊപ്പം എൻട്രി ഫീ തികച്ചും സൗജന്യം. 4000 വർഷത്തിലേറെ പഴക്കമുള്ള മനുഷ്യ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. അതിന് ഉത്തമ ഉദാഹരണമാണ് നാം ഈ കാണുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങൾ. ഒയാസിസിന് അകത്തുള്ള കാഴ്ചകൾ ആസ്വദിക്കാനായി യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നു. റെന്റഡ് സൈക്കിളുകൾ അതിനായി സുലഭമായി ഇവിടെ ലഭിക്കുന്നു. എൻട്രൻസിൽ വലിയ ബോർഡിൽ യു ക്രിയേറ്റ് വാട്ട് യു വിൽ എന്ന് കാണാൻ സാധിക്കുന്നു. അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്നു. ഏകദേശം 1200 ഹെക്ടേഴ്സിന് മുകളിലാണ് അലൈൻ ഒയാസിസിന്റെ വ്യാപ്തി എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ യുഎയിലാണ് എങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റഡ് സ്പോട്ടാണ് കേട്ടോ. പ്രകൃതി സ്നേഹികൾക്ക് പ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ ഡെസ്റ്റിനേഷൻ. നാടും വീടുമൊക്കെ വിട്ട് ഇങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്ന നമുക്കൊക്കെ പച്ചപ്പ് കാണുന്നത് മനസ്സിന് ഒരു കുളിർമയാണ്, കണ്ണിന് ഇമ്പവും. ഒയാസിസിൽ ഏകദേശം 1,47,000-ലധികം പനമരങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ മറ്റു വൃക്ഷങ്ങളും ഇവിടെ സുലഭമായി കാണപ്പെടുന്നു. പേര, മാവ്, വാഴ, അത്തി, നാരകം തുടങ്ങിയവ അതിന് ഉദാഹരണമാണ്. പ്രകൃതിയുടെ ഒരു പാഠശാല തന്നെയാണിത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഫലജ് സിസ്റ്റവും പനമരങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ നടപ്പുമാണ്. എല്ലായിടത്തും ഒരു കൊച്ചു കേരളത്തിന്റെ ഫീൽ. എങ്ങും കിളികളുടെ മധുര സംഗീതം, ചെറിയ കനാലുകളിൽ വെള്ളം ഒഴുകുന്ന കളകളനാദം, ഹരിതവർണ്ണ പുതപ്പാൽ ചുറ്റപ്പെട്ട പ്രദേശം, കണ്ണിനും മനസ്സിനും ഇമ്പമേറുന്ന കാഴ്ചകൾ. കുട്ടിക്കാലത്ത് പാടവരമ്പിലും വയലോരങ്ങളിലും നടന്ന അതേ ഫീൽ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. നാട്ടിൽ വയൽവരമ്പും തെങ്ങിൻ തോപ്പുമാണ് എങ്കിൽ ഇവിടെ പനമരങ്ങളാണ് തെങ്ങിന് പകരം. അത്രേ ഉള്ളൂ ഒരു വ്യത്യാസം. ശരിക്കും ഒരു ഗ്രാമീണ തനിമ. നമ്മുടെ നാട്ടിലെ കനാലുകൾ പോലെ ഈ കാണുന്ന ചെറിയ നീർച്ചാലുകളിലൂടെയാണ് ഇവിടെ ഈന്തപ്പനകൾക്കും മറ്റു സസ്യങ്ങൾക്കും വെള്ളം എത്തിക്കുന്നത്. വസ്തുതയിൽ യുഎഇ പോലുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ കൃഷിയെ നിലനിർത്താൻ ഇത് വലിയ പങ്ക് വഹിച്ചിരുന്നു. ഫലജ് സിസ്റ്റത്തിന് വേണ്ട വെള്ളം മലകളിൽ നിന്നോ ഭൂഗർഭത്തിൽ നിന്നോ ശേഖരിക്കപ്പെടുന്നു. ഒരു ഘടനാത്മകമായി തുറന്ന ചാലുകളിലൂടെയാണ് വെള്ളം നയിക്കുക. ഈ ചാലുകൾ ദൈർഘ്യം കുറഞ്ഞതും 10 കിലോമീറ്ററോളം നീളമുള്ളതുമായിരിക്കും. പ്രാചീന കാലത്ത് മനുഷ്യർ ശുദ്ധജല ഉറവകളും ഫലപുഷ്ടിയുള്ള മണ്ണും വേണ്ട രീതിയിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അലൈനിലെ ഈ മരുപ്പച്ച. ഇത് നമ്മളിലേക്ക് പകർന്നു നൽകുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ജീവിത രീതി തന്നെയാണ്. ഒരുപാട് പഠിക്കാനുണ്ട് ഈ പ്രകൃതിയിൽ നിന്ന്. നിങ്ങൾ ഒരു പ്രകൃതി സ്നേഹിയാണ് എങ്കിൽ മാത്രം ഇവിടം വിസിറ്റ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. വിന്റർ സീസണിൽ വിസിറ്റ് ചെയ്യുന്നതാവും കൂടുതൽ ഉചിതം. നടന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. നിങ്ങൾ അലൈൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കൂടുതൽ ആളുകളൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. അതിനു റീസൺ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ്. ഈ സ്പോട്ട് കൂടുതലും പ്രകൃതി സ്നേഹികൾക്കും കുട്ടികൾക്കുമാണ് ഇഷ്ടപ്പെടുക. ചാഞ്ഞു കിടന്ന ആ പനമരം കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്കൊന്നു പോയി. മരത്തിൽ വലിഞ്ഞു കയറാൻ അന്ന് കാണിച്ച അതേ ശുഷ്കാന്തി ഞാൻ ഇവിടെയും കാണിച്ചു. ശരിക്കും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നടന്നു ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായി പലയിടങ്ങളിൽ വിശ്രമ സ്ഥലങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കാണാനും പറയാനും ഒരുപാട് വിശേഷങ്ങൾ ഇനിയുമുണ്ട്.
ഇന്ന് കാണുന്ന ഈ പനമരങ്ങളും മറ്റു വൃക്ഷങ്ങളും നീർച്ചോലയും എല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു പ്രാചീന കാലത്തിന്റെ കഥയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ. ഇവിടെ എല്ലായിടത്തും കിളികളുടെ മധുരസംഗീതം കേൾക്കാം. ഒരുപാട് ചെറിയ പക്ഷികൾക്ക് വീടാണ് ഇവിടെ. ഇപ്പോൾ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി. പേരയിലും നാരകത്തിലും അത്തിയിലുമൊക്കെ ആവശ്യത്തിന് ഫലങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഇത് ഈന്തപ്പഴത്തിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ആ കാഴ്ച മിസ് ചെയ്തു. ശരിക്കും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നാരകത്തിലും നിറയെ നാരങ്ങ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. ഈ മരങ്ങളിൽ ചെറിയ കിളികളുടെ കൂടുകളുമുണ്ട്. സന്തുലിതമായ ഒരു ആവാസ വ്യവസ്ഥ. അങ്ങനെ അലൈൻ്റെ ഹൃദയഭാഗമായ ഒയാസിസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു. അടുത്ത അലൈൻ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.